ഹായ്, ഞാൻ ഇന്ന് ഒരു വൺ ഡേ ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോണ്ടിച്ചേരി ഒരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ ഈ ടൂറ് പോയത് കേട്ടോ. ഞാൻ തമിഴ്നാട്ടിലെ നെയ്വേലി എന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടുത്തെ മലയാള കലാസമിതിയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ലേഡീസ്, ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ് ഈ ടൂറ് വന്നിരിക്കുന്നത്. ഒരു ടെമ്പോ ട്രാവലറിലാണ് ഞങ്ങൾ പോയത്. പിന്നെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നല്ല അടിച്ചു പൊളിച്ചാണ് ഞങ്ങൾ ആ റിസോർട്ടിലേക്ക് എത്തിയത്. ഇപ്പോൾ നമ്മൾ ഈ റിസോർട്ടിലെത്തി. ഓഷ്യൻ സ്പ്രേ എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര് കേട്ടോ. വളരെ വിശാലമായി കിടക്കുന്ന ഒരു റിസോർട്ടാണിത്. അപ്പം ഞങ്ങളെ ഇവിടെ ഒരു AC ഗസ്റ്റ് റൂമിൽ ഞങ്ങൾ ഇരുത്തിയേക്കാണ്. ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സൊക്കെ തന്ന് ഞങ്ങളെ ഇവിടെ ഇരുത്തിയേക്കാണ്. അപ്പം ഞാൻ ചെറുതായിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ പുറമേയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഈ ഗ്ലാസ് വിൻഡോയിൽ കൂടി ഞാൻ എടുത്ത വീഡിയോ ആണ്. എല്ലാവരും ഇപ്പോൾ ഇവിടെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു റിസോർട്ടാണിത്. നിങ്ങൾ പോണ്ടിച്ചേരി ട്രിപ്പൊക്കെ ആരെങ്കിലും പ്ലാൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. അത്രയ്ക്കധികം ഭംഗിയുണ്ട്. പിന്നെ നമുക്കിവിടെ സ്വിമ്മിംഗ് പൂളും ഗെയിംസും അങ്ങനെ കുറേ അധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വെൽക്കം ഡ്രിങ്ക്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബീച്ചിലേക്ക് എല്ലാവരും കൂടി പോകാനുള്ളൊരു പുറപ്പാടാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുക്കുകയാണ്, ഫോട്ടോസും വീഡിയോസൊക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞു. ഞങ്ങൾ ബീച്ചിലേക്ക് നടന്നു പോവുകയാണ്. ശരിക്കും നടക്കേണ്ട ആവശ്യമില്ല, നമുക്കവിടെ ബാറ്ററി വണ്ടി ഉണ്ട്. അപ്പോൾ അവർ നമ്മൾ അതിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ വണ്ടി വരും. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വണ്ടി വന്നു കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ അതിൽ കയറാൻ പോവുകയാണ് കേട്ടോ. ബീച്ചിലേക്കാണ് നമ്മൾ പോണത്. നല്ല ചൂടൊക്കെ ഉണ്ട്. എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലായിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ വണ്ടിയിൽ കയറി കഴിഞ്ഞു. ബാറ്ററി വണ്ടിയിൽ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം. ഒരു 400 മീറ്റർ നടന്നു പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല വെയിലുള്ള കാരണം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാഴ്ച കണ്ട് ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് പോരാനാണ്. അവിടെ ബീച്ചിൽ കളിക്കാനൊന്നും നിൽക്കുന്നില്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 11:30ക്കാണ് റിസോർട്ടിലെത്തിയത്. അതുകൊണ്ട് തന്നെ വെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൻ്റെ ഭംഗി കണ്ടുകൊണ്ട് കുറച്ചധികം സ്ഥലമുണ്ട് റിസോർട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് ബാറ്ററി വണ്ടിയിൽ വേണം പോകാൻ, നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ പോയിട്ട് ബീച്ചിൻ്റെ അവിടെ ഒന്ന് കണ്ട് ജസ്റ്റ് മടങ്ങുകയാണ് നമ്മുടെ പ്ലാൻ. ബീച്ചിൽ നല്ല ചൂടായിരുന്നു. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്തത് നമുക്ക് മെയിനായിട്ട് ഫുഡ് ലഞ്ച് ഇവിടെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അവർ. ബുഫേ ലഞ്ചാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിന് മുമ്പ് ഞങ്ങൾ ഫുൾ റിസോർട്ടിൽ നടന്ന് ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ്. പല പല ലൊക്കേഷനിലും വന്ന് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക്. വളരെ ഭംഗിയായിട്ടുള്ള സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലായി നിന്നുകൊണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമുക്ക് ലഞ്ചിന് പോകാനുള്ളതാണ്. ഇന്ന് സൺഡേ ആയ കാരണം അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ലഞ്ചാണ് അവർ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ 1-2 കുട്ടികളുണ്ടായിരുന്നു. അവരും നമ്മുടെ ട്രിപ്പൊക്കെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെയധികം ഫോട്ടോസ് എടുത്തു. എല്ലാ ഫോട്ടോസൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഈ ഓഷ്യൻ സ്പ്രേ റിസോർട്ടിൻ്റെ പല ആംഗിളിൽ നിന്നുകൊണ്ടുള്ള ഫോട്ടോസാണ് നമ്മൾ ഇതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഇങ്ങോട്ട് ആരെങ്കിലുമൊക്കെ ടൂർ വരുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം മറക്കാതിരിക്കുക. അതിന് ശേഷം ഞങ്ങൾ പോണ്ടിച്ചേരി തന്നെയുള്ള ഒരു ഈഡൻ ബീച്ചിലാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് തന്നെയുള്ള ഒരു ബീച്ചാണെന്ന് പറയാം. കാരണം അത്രയ്ക്കധികം നീറ്റായിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം പോയ ബീച്ചിൽ ഞങ്ങൾക്ക് വെയിലായ കാരണം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കൊരു 4-4:30 ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി ഞങ്ങൾ കുറേ റീൽസൊക്കെ എടുത്തു. ചെറിയ ഡാൻസ് പരിപാടിയൊക്കെ അതിൽ നടത്തി. നിറയെ അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. വളരെയധികം നല്ല തിരക്കുള്ള ഒരു ബീച്ചായിരുന്നു. എങ്കിലും ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു.
അങ്ങനെ ഇരുട്ടാകുന്നത് വരെ അവിടെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ നെയ്വേലിക്ക് തന്നെ മടങ്ങി.